ഈ പൊട്ടന് ലോട്ടറി അടിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെയാണ് ധർമ്മടത്ത് മത്സരിച്ച ഒരു മുതുക്ക് ലീഗനായിട്ടുള്ള അബ്ദുൾ റഷീദിനെ കൊണ്ട് നടക്കുന്നത്. പിണറായി വിജയനെതിരെ ധർമ്മടത്ത് 6 റൗണ്ടിൽ ലീഡ് ചെയ്തു. ഹീറോയാണത്ര ഹീറോ. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, എന്തോ ചെയ്യാത്തവൻ ചെയ്താൽ അതുകൊണ്ട് ആറാട്ടാണെന്ന്. അതുപോലെയാണ് ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആ മേഖലയിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നടങ്കം ഒരാളിലേക്ക് മാറ്റിക്കുത്തിച്ച് കുറച്ച് സമയം ലീഡ് ചെയ്താൽ അത് ഹീറോയിസമായി മാറിയത്രേ. നമ്മൾ ഒന്ന് പുതുപ്പള്ളിയിലേക്ക് വന്നാൽ 2021 കാലഘട്ടത്തിലെ തിരഞ്ഞെടുപ്പ് എങ്ങനെ? ഒന്നാം പിണറായി സർക്കാരിന് ശേഷം രണ്ടാം പിണറായി സർക്കാരിന്റെ തുടർച്ചയുണ്ടായ 2021 തിരഞ്ഞെടുപ്പ് കേരളത്തിലെ പുണ്യാളൻ മുഖ്യമന്ത്രിയുടെ ജീവിതത്തിലെ അവസാനത്തെ തിരഞ്ഞെടുപ്പായിരുന്നു 2021 കണ്ടത്. ആ തിരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ ജെയ്ക്സി തോമസ് എന്നൊരു ചെറുപ്പക്കാരൻ അഥവാ DYFIക്കാരന് മുന്നിൽ ഉമ്മൻചാണ്ടി എന്ന വ്യക്തി വിയർത്ത് നാറിയ സാഹചര്യമുണ്ടായി. 36,000 വോട്ടിന് വരെ പുതുപ്പള്ളിയിൽ ജയിച്ചിരുന്ന കോൺഗ്രസുകാരുടെ കൺകണ്ട പുണ്യാളച്ചൻ, ആ പുണ്യാളച്ചനെ ജെയ്ക്സി തോമസ് ആ മണ്ഡലത്തിൽ പലകുറി ലീഡെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഈ നാട്ടിൽ ആരെങ്കിലും ജെയ്ക്സി തോമസിന്റെ ചിത്രം വെച്ച് ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ചിരുന്നു? അല്ലെങ്കിൽ ഹീറോയായി കേരളത്തിലെ മാപ്രകൾ ആഘോഷിച്ചോ? ഇല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മൗദൂദികളുടെ ടാർഗറ്റാണ്. ആ വ്യക്തിയെ കേന്ദ്രീകരിച്ച് വാർത്താ നിർമ്മിതികൾ നടത്തി മതവികാരമുണർത്തി ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കിയതിനു ശേഷം ആ തിരഞ്ഞെടുപ്പ് ട്രെൻഡിനിടയിൽ കുറച്ച് സമയം കിളിപോയ ഒരു മൗദൂദി, അങ്ങനെ പറയുന്നതാണ് നല്ലത്. അടിമുടി ആ സ്വഭാവം കാണുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഒരു ആറാട്ടണ്ണനെ അറിയാലോ, അതിന്റെ ടിപ് ടോപ്പ് വേർഷൻ ആയിട്ടുള്ള ആറാട്ടണ്ണനെ കൊണ്ട് നടന്ന് അവരുടെ ചാനലിലിരുത്തി മിന്നൽ പിണറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾക്ക് താരപരിവേഷം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? അങ്ങനെ പിണറായി വിജയനെ ഒന്ന് ഇകഴ്ത്താനാണ്. പിണറായി വിജയനെതിരെ എന്തോ വിജയം നേടിയതുപോലെയാണ്. ഈ നാട്ടിൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് പരസ്പരം വോട്ട് പിടിക്കാനാണ്. ചിലയിടങ്ങളിൽ ചില വ്യക്തികളോട് വിദ്വേഷമുണ്ടായ സന്ദർഭങ്ങളിൽ VS അച്യുതാനന്ദനെ മാരാരിക്കുളത്ത് പരാജയപ്പെടുത്തിയ ചരിത്രം പോലും ഈ നാട്ടിലുണ്ട്. അന്ന് വിജയിച്ച വ്യക്തിയൊന്നും ഇതുപോലെ നാട് നീളെ കൊണ്ടു നടന്ന് ആഘോഷിച്ചിട്ടില്ല. പിന്നെ ആറാട്ടണ്ണന്മാരെ നമ്മുടെ നാട്ടിലെ മഞ്ഞ ഓൺലൈൻ ചാനലുകൾ ആഘോഷിക്കാറില്ലേ? അതുപോലെ മൗദൂദികളുടെ മഞ്ഞ ചാനലായിട്ടുള്ള മീഡിയ ഒന്നിനകത്ത് കുറെ ബഫൂണുകളെ ഇരുത്തി അവർക്ക് ചേർന്നിട്ടുള്ള ചില വനിതാ രത്നങ്ങളെയും കൊണ്ടുവന്നിരുത്തി ഈ ഊള പരിപാടി കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? പിണറായി എന്ന ബ്രാൻഡ് വാല്യൂയിലൂടെ മറ്റൊരു മൗദൂദി ആറാട്ടണ്ണനെ ഹൈപ്പ് ചെയ്യാനുള്ള രീതിയാണ്. ഏതെങ്കിലും മൗദൂദിരയിൽ 10 കാശുണ്ടെങ്കിൽ മീഡിയ ഒന്നല്ല അതിന്റെ തലപ്പത്തിരിക്കുന്നവൻ വരെ ചെന്ന് കാലിൽ കമിഴ്ന്നു കിടക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ ധർമ്മടത്ത് 60,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന വ്യക്തിയെ തോൽപ്പിച്ചതുപോലെയാണ് ഇവരുടെ ആഘോഷം. 20,000 വോട്ടിന് പിണറായി എന്നിട്ടും അവിടെ വിജയിച്ചു കയറി. നമ്മുടെ സംസ്ഥാനത്ത് ആകെ നോക്കുകയാണെങ്കിൽ സ്റ്റാലിൻ തോറ്റു. എന്തിനേറെ പറയുന്നു, മൗദൂദികൾ ആഘോഷിച്ചു കൊണ്ട് നടന്ന ദീദി വരെ തോറ്റു. എന്നിട്ടും ആ തോൽപ്പിച്ചവരെ ഈ നാട്ടിൽ ഒരു മാധ്യമങ്ങളും ആഘോഷിച്ചിട്ടില്ല. പക്ഷേ മൗദൂദികൾ എന്തുകൊണ്ട് ഈ ടിപ് ടോപ്പ് ആറാട്ടണ്ണനെ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കിളി പറന്ന കേസിന് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ ഡയലോഗ് അടിക്കാനും കിട്ടിയ അവസരം വെച്ചിട്ട് ഇമേജ് ബിൽഡ് ചെയ്യാൻ. കാര്യം കയ്യിൽ കായുണ്ടെങ്കിൽ മൗദൂദി ചാനലായിട്ടുള്ള മീഡിയ ഒന്നിലുള്ളവന്മാർ ചെന്ന് കാലി കെട്ടിപ്പിടിച്ച് കിടക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഓരോ ഊള പരിപാടിയിലൂടെ അയാളെ എന്തോ സംഭവ ബഹുലമാക്കി നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൂടെ പിണറായി ഇട്ട് കൊട്ടാമെന്നാണ് കരുതുന്നത്. അയാളുടെ രോമത്തിൽ സ്പർശിക്കില്ല നിന്റെയൊക്കെ ഈ ഊളത്തരങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഈ നാട്ടിൽ ഏത് ആറാട്ടണ്ണന്മാർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ ചെയ്തത് എന്തോ മേന്മയാണെന്ന് മൗദൂദിയുടെ പുതിയ കണ്ടുപിടുത്തമായിട്ടുള്ള ആറാട്ടണ്ണനെയും കൊണ്ട് നടന്ന് നാട്ടിൽ പറയാം, ഞാൻ എന്തോ കേമത്തരം കാട്ടിയെന്ന്. ഇതിനൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കണ്ട. എന്നിരുന്നാലും ഒരു കിളിപോയവനെ കണ്ട് അവന്റെ ഡയലോഗ് അടിയിൽ കേട്ട് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം വരില്ല. അതുകൊണ്ടാണ് മീഡിയ ഒന്നിന്റെ ഇപ്പോഴത്തെ പൊലിപ്പീര് അല്ലെങ്കിൽ മൗദൂദികൾ ടാർഗറ്റ് ചെയ്തിരുന്ന നേതാവ് എന്നുള്ളതിലേക്ക് പിണറായി വിജയനെ ഇതുപോലൊരു ഞാഞ്ഞൂലിയെ വെച്ച് കൊട്ടി അങ്ങ് ഇല്ലാതാക്കി കളയാമെന്നാണ് ഈ മൗദൂദി വിവരക്കേടുകൾ ചിന്തിക്കുന്നത്. കാര്യം നമുക്ക് ഏറ്റവും നല്ല ആയുധം മറ്റുള്ളവരെ പരിഹസിക്കുക, അധിക്ഷേപിക്കുക. അതിലൂടെ ഇന്നലകളിലെ മഴയത്ത് പൊന്തി വന്ന ഇതുപോലുള്ള തകരകളെ ഉപയോഗിച്ച് അയാളെ അങ്ങ് അധിക്ഷേപിച്ച് ഇല്ലാതാക്കി കളയാമെന്നായിരിക്കും ഈ വിവരക്കേടുകൾ കരുതുന്നത്. ലോകത്താകമാനമുള്ള
ഒരു മതവിഭാഗക്കാർ എന്തുകൊണ്ടാണ് അരക്ഷിതാവസ്ഥയിൽ പോയി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വിവരക്കേടുകൾ ആ മതങ്ങൾക്കകത്തുണ്ടായിപ്പോയതാണ്. ബാക്കിയുള്ളവരെ അനാവശ്യമായിട്ട് ചൊറിഞ്ഞ് ആ മതങ്ങളോടുള്ള വികാരം ഇവർ കത്തിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് എല്ലായിടത്തും ഇവർ അനുഭവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കേരളത്തിലേക്ക് കൂടി കൊണ്ടുവരാൻ വേണ്ടിയാണ് പിന്നാലെ നടന്ന് വ്യക്തിയെ അധിക്ഷേപിക്കാനും ഇകഴ്ത്താനും വേണ്ടിയുള്ള ഇമാതിരി ആറാട്ടണ്ണന്മാർ വഴിയുള്ള ചൊറിച്ചിലെന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്.